സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ഓണത്തോടനുബന്ധിച്ച് നൽകിയ ഉത്സവബത്തയും ഓണം ബോണസിലും ഒരു വർധനവും വരുത്താത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപക സർവീസ് സംഘടന സമരസമിതി ആലപ്പുഴ കളക്ടറേറ്റിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും ഓണത്തോടനുബന്ധിച്ച് നൽകിയ ഉത്സവബത്തയും ഓണം ബോണസും വർദ്ധിപ്പിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ആലപ്പുഴ കളക്ടറേറ്റിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. 5 കൊല്ലത്തെ ശമ്പള പരിഷ്കരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അത് 10 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന വിസ്മയമായിരിക്കുമെന്ന് അധികാരമേറ്റ് കഴിഞ്ഞതിന് ശേഷം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചു. രണ്ടാമതായിട്ട് ഇപ്പോഴത്തെ ഭരണപക്ഷ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചില വിസ്മയങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിഷ്കളങ്കരായ ജീവനക്കാരെ പ്രതീക്ഷിച്ചു 100 ദിവസം തികയാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഏറ്റവും അവസാനം പുറത്തു വന്ന വിസ്മയം ഈ ബോണസിന്റെയും ഉത്സവബത്തയുടെയും അതോടൊപ്പം തന്നെ അഡ്വാൻസിന്റെയും കാര്യത്തിലാണ്. എന്താണ് ഇതിനകത്തിലെ വിസ്മയം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഉത്സവബത്തയും ബോണസും ചില്ലിക്കാശ് പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആദ്യത്തെ വിസ്മയം. 2 മാസം മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 12ാമത് ശമ്പള പരിഷ്കരണം നടപ്പാക്കണം. ആ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾ സെക്രട്ടേറിയറ്റ് വളയുന്ന സമരം നടത്തി. എന്താണ് 2 മാസം കഴിഞ്ഞപ്പോൾ 12ാമത് ശമ്പള പരിഷ്കരണം നിങ്ങൾക്ക് വേണ്ടായോ? 10 കൊല്ലത്തിലൊരിക്കലേ കേരളത്തിലെ ശമ്പള പരിഷ്കരണം നടപ്പാക്കൂ എന്ന് ഈ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നയമോ നിലപാടോ അഭിപ്രായമോ ഉണ്ടോ? അപ്പൊ ചുരുക്കത്തിൽ കാലാകാലങ്ങളിലായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ഒരു പ്രസ്ഥാനമായി നിങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു. ഈ കൊടി പിടിച്ചിരിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളുകൾ, ഈ കൊടി അഭിമാനബോധത്തോട് നിങ്ങൾക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ 10 കൊല്ലവും ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണെന്ന് മനസ്സിലാക്കും. ഏതാണ് നോക്കാതെ തന്നെ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിലപാടെടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമരസമിതിയും ജോയിന്റ് കൗൺസിൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിർജ്ജീവമാക്കിയും കുടിശ്ശിക ക്ഷാമബത്തയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന സർക്കാർ ഈ ഓണക്കാലത്ത് ഉത്സവബത്തയിലും ബോണസിലും 1 രൂപയുടെ പോലും വർധനവ് വരുത്താതെ ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി CN പ്രമോദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ധന്യ പണ്ടപ്പൻ, സബീന എന്നിവർ സംസാരിച്ചു. സമരസമിതി താലൂക്ക് കൺവീനർ KG ഐബു നന്ദി പറഞ്ഞു. രഘുലാൽ, P സുരേഷ്, ജെയിൻ രാജ്, ഷമീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.